തൃശ്ശൂർക്കാരുടെ ഒരു അഭിമാനമാണ് എറുവ് പള്ളി അല്ലെങ്കിൽ അരിമ്പൂര് പള്ളി, കപ്പൽ പള്ളി എന്ന് പറയുന്ന ടൈറ്റാനിക് പള്ളി. ഇത് വലിയൊരു അത്ഭുതമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പള്ളി നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രൂപമുണ്ട്. ലോകത്തുള്ള എല്ലാ പള്ളികളും അതേ രൂപത്തിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കപ്പൽ പള്ളി ഒരു പൂർണ്ണമായിട്ടും കപ്പൽ പള്ളിയായിട്ട് നിലകൊള്ളുന്നത് ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഇവിടെ നിലകൊണ്ടെന്ന് വെച്ചാൽ 40 വർഷം മുമ്പാണ് ഈ പള്ളി ഇവിടെ നിലകൊണ്ടത്, പള്ളി ഇവിടെ പണിതത്. അത് പണിതത് ആരാ? ഇമ്മാനുവേൽ ഫാദർ 40 വർഷം മുമ്പ് വികാരിയായിരുന്നു ഇവിടെ. അദ്ദേഹമാണ് ഈ പള്ളിക്ക് രൂപം കൊടുത്തത്. അന്ന് പണിയുന്ന സമയത്ത് ആകെ 250 കുടുംബങ്ങൾ മാത്രം ഇടവകയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇമ്മാനുവേൽ വികാരി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നൗകയുടെ പേടകം അങ്ങേ ലോകത്തേക്ക് മനുഷ്യർ പോകുന്നത് ഈ നൗകയുടെ പേടകത്തിലാണ്. അതിനെ ഒരു മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു മുഴുവൻ പള്ളിയായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവിടെ ഇടവകയിൽ 1100 കുടുംബങ്ങളുണ്ട് ഈ പള്ളിയുടെ കീഴിൽ. പുതിയ പള്ളി ഇവിടെ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതൊരു വലിയൊരു ലോകാത്ഭുതമായിട്ട് ഇവിടെ നിലനിൽക്കും. ഇത് വീണ്ടും വീണ്ടും പല ടൂറിസ്റ്റുകളും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ കപ്പൽപ്പള്ളി കാണാനായിട്ട്. ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പള്ളി വേറെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചെല്ലാനത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പലിൻ്റെ രൂപത്ത് അവിടെ ഒരു കടപ്പുറത്താണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ചെല്ലാനം പള്ളി. അവിടെ ഒരു കുരിശടി ഉണ്ടായിരുന്നാണ് അതിങ്ങനെ ഒരു രൂപത്തിൽ, ആ ഫോട്ടോ കാണുന്ന രൂപത്തിൽ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ അത്ര ഗംഭീരമല്ല ആ ചെല്ലാനത്തെ പള്ളി. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇടവകയിലെ പള്ളിയാണ്. പള്ളി എന്ന് മാത്രമല്ല, ഇതൊരു ടൈറ്റാനിക് പോലെയുള്ളൊരു, ഇതിൻ്റെ ചുറ്റും ഒരു വെള്ളമാണ് കാണുന്നത്. ആ വെള്ളത്തിൽ മുഴുവൻ മീനുകൾ. അപ്പോൾ കടലിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഈ കപ്പലിൽ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയാലും ഒരു കപ്പലിൽ എന്തൊക്കെയോ ഒരു കാണുന്ന അതേ രൂപത്തിൽ തന്നെയാണ്. ഒരുപാട് ഒരുപാട് കലാകാരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചുമര് ചിത്രങ്ങൾ തയ്യാറാക്കി അവിടെ വച്ചിരിക്കുന്നത്. വളരെയധികം ടൂറിസ്റ്റുകൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഇതിൻ്റെ പേര് കേട്ടുകൊണ്ട് ഇവിടേക്ക് വരാറുണ്ട്.